നീണ്ട 18 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം നേടിയത്. കിങ് കോഹ്ലിയെ സംബന്ധിച്ച് ക്രിക്കറ്റിലെല്ലാം നേടിയ ഒരു താരത്തിന് ഒരു വലിയ കുറവുണ്ടായിരുന്നു. ഒരു IPL കിരീടമില്ല എന്നുള്ളത് കോഹ്ലിയെ സംബന്ധിച്ച് ഇതിഹാസതുല്യമായ ക്രിക്കറ്ററെ സംബന്ധിച്ച് അതൊരു ചെറിയ വിടവ് തന്നെയായിരുന്നു. ആ വിടവ് ഒടുവിൽ കോഹ്ലി നികത്തിയിരിക്കുകയാണ്. തൻ്റെ 18ാമത്തെ സീസണിൽ 18ാം നമ്പർ അണിഞ്ഞ് 4 ഫൈനലുകൾ കളിച്ചു. 3 കാലിടറി കണ്ണീരണിഞ്ഞ കോഹ്ലി ഒടുവിൽ 4ാമത്തെ ഊഴത്തിൽ 4ാമത്തെ ഫൈനലിലും കണ്ണീരണിഞ്ഞു. പക്ഷെ ഇത്തവണ സന്തോഷത്തിന്റെ കണ്ണീരായിരുന്നു. അങ്ങനെ കിങ് കോഹ്ലി ലോകം കീഴടക്കിയിരിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. ഈ ഒരു വർഷം വളരെ അവിസ്മരണീയമായിരുന്നു ഫുട്ബോൾ ലോകത്തിനും ക്രിക്കറ്റ് ലോകത്തിനും സ്പോർട്സിനുമെല്ലാം. ഒരുപാട് ഇതുപോലെയുള്ള ക്ലബ്ബുകൾ, കിരീടമില്ലാത്ത ക്ലബ്ബുകൾ, കിരീടത്തിന് വേണ്ടി കാത്തിരുന്ന ക്ലബ്ബുകൾ, അണ്ടർ അച്ചീവേഴ്സ് എന്ന് അറിയപ്പെട്ടിരുന്ന പ്രതിഭാധനരായുള്ള പ്ലെയേഴ്സ്, ഇവർക്കെല്ലാം വളരെ പോസിറ്റീവായുള്ള റിസൾട്ട്, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു 2025. ഇപ്പോൾ ഫുട്ബോളിലേക്ക് വരികയാണെങ്കിൽ ന്യൂകാസിൽ 56 വർഷങ്ങളുടെ അവരുടെ കിരീട വരൾച്ചയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ലീഗ് കപ്പ് സ്വന്തമാക്കി. ന്യൂകാസിലിനെ സംബന്ധിച്ച് ഇതൊരു ഇതിഹാസ തുല്യമായുള്ള ഒരു വിജയമായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് അവർ വിരാമം കുറിച്ചത്. പിന്നെ ക്രിസ്റ്റൽ പാലസ് ആണെങ്കിൽ ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ട്രോഫി നേടി FA കപ്പിലൂടെ. 120 വർഷത്തോളം ചരിത്രമുള്ള ഒരു വലിയ ക്ലബിന് ഒടുവിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരം ലഭിച്ചു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ക്ലബ് എന്ന് പറഞ്ഞാൽ ഇറ്റലിയിലെ ബൊളോണിയയെ സംബന്ധിച്ച് 51 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്ക് ഒരു ട്രോഫി ലഭിച്ചത്. കോപ്പ ഇറ്റാലിയ ചാമ്പ്യന്മാരായി ബൊളോണിയയും ചരിത്രം രചിച്ച വർഷം തന്നെയായിരുന്നു 2025. പിന്നെ മറ്റൊരു ക്ലബ്ബ് നമുക്ക് എല്ലാവർക്കും അറിയാം, ടോട്ടൻഹാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 17 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. 2008 ശേഷമുള്ള ഒരു കിരീടത്തിനായുള്ള കാത്തിരിപ്പാണ് സ്പർസ് വിരാമം കുറിച്ചുകൊണ്ട് അവർ യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരായത്. പിന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ PSG ജൈത്രയാത്ര, ചാമ്പ്യൻസ് ലീഗ്, അതായത് PSG പോലുള്ള ഒരു ക്ലബ്ബ് പരമാവധി ശ്രമിച്ചിട്ടും ചാമ്പ്യൻസ് ലീഗ് അവരിൽ നിന്ന് അകന്നുപോയി. മെസ്സിയും നെയ്മറും എംബാപ്പയും ഒരുമിച്ച് കളിച്ചിട്ടും നേടാൻ പറ്റാത്ത ചാമ്പ്യൻസ് ലീഗ് എന്ന ആ ഒരു ട്രോഫി, അല്ലെങ്കിൽ യൂറോപ്പിന്റെ ഫുട്ബോൾ ചക്രവർത്തി പട്ടം ഒടുവിൽ PSG സ്വന്തമാക്കിയ വർഷം തന്നെയായിരുന്നു 2025. വ്യക്തിഗതമായി പറയുകയാണെങ്കിൽ ഹാരി കെയ്നെ സംബന്ധിച്ച് ഇത്രയും മികച്ചൊരു സ്ട്രൈക്കർ, ലോകത്തെ തന്നെ എണ്ണം പറഞ്ഞ ഗോൾ വേട്ടക്കാരൻ, പക്ഷെ 31ാം വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വന്നു ആദ്യത്തെ ട്രോഫിക്കായി. ഹാരി കെയ്ൻ ബുണ്ടസ് ലീഗ ട്രോഫി അല്ലെങ്കിൽ കിരീടം സ്വന്തമാക്കിയ വർഷം കൂടിയായിരുന്നു ഈ 2025. അതിനൊപ്പം ടോട്ടൻഹാമിന്റെ ഇതിഹാസ താരമായ സന്നും തന്റെ 32ാമത്തെ വയസ്സിൽ ആദ്യത്തെ പ്രൊഫഷണൽ ട്രോഫി സ്വന്തമാക്കി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ലാൻഡ്മാർക്സ് സംഭവിച്ച ഒരു വർഷമാണ് 2025. നമ്മുടെ കിങ് കോഹ്ലിയും ഏറ്റവും ഒടുവിൽ ആ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇനിയുള്ള ചോദ്യം, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ആദ്യത്തെ ട്രോഫി, അവരുടെ ആദ്യത്തെ കിരീടം സ്വന്തമാക്കുന്നുള്ളത്. 11 വർഷമായി ഇതുവരെ ഒരു കിരീടം പോലും നേടാനുള്ള ഭാഗ്യം ലഭിക്കാത്ത കേരള ബ്ലാസ്റ്റേഴ്സ്, 3 തവണ ഫൈനലിൽ കാലിടറിയ കൊമ്പന്മാർ ഇനി എന്ന് കിരീടം നേടും എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം മീമുകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും ആയിരുന്നു. അപ്പൊ ഇനി RCB നമുക്കൊപ്പമില്ല, ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒറ്റയ്ക്കാണ്. അപ്പൊ എങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു കിരീടം എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അതിനായി കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ കിരീടം, ISL കിരീടമായിരിക്കാം, അത് സ്വന്തമാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.